ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് ഗൈസ്. കല്യാണപ്പെണ്ണിനുള്ള ഡ്രസ്സെല്ലാം ചെക്കൻ വീട്ടുകാർ എടുത്തോളും. അത് പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയും കാല് തൊട്ട് തൊഴുമ്പോൾ അവർക്ക് ഓണപ്പുടവ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. കുറച്ചധികം എടുക്കാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ദൂരെയാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ വീഡിയോ ഇടുമ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ ഞാൻ വൈഫിനോടാണ് പറയാറ്. അവളുടെ തൊണ്ടയ്ക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നാൽ നിങ്ങൾ കാഴ്ച കാണാൻ മറന്നു പോകും. അതുകൊണ്ട് ക്യാമറ റോട്ടിലേക്ക് തിരിക്കുകയാണ്. ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾ തന്നെ കണ്ടോളൂ. ലക്കിടി റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ലക്കിടി ബ്രിഡ്ജിലേക്ക് കയറും. ഇതിൻ്റെ അടിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഈ പുഴയുടെ തീരത്തായാണ് ഐവർമഠം സ്ഥിതി ചെയ്യുന്നത്. മരിച്ചവർക്കായുള്ള ബലിതർപ്പണവും മരണാന്തര ചടങ്ങുകളും നടക്കുന്ന പ്രധാന ക്ഷേത്രം കൂടിയാണ് ഈ ഐവർമഠം. ഈ പുഴയിലേക്ക് നോക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുവന്നതും ഇങ്ങോട്ട് തന്നെയാണ്. എൻ്റെ കർമ്മങ്ങൾ ചെയ്യാനായി കൊല്ലം തോറും വരാറുമുള്ളതും ഇങ്ങോട്ട് തന്നെയാണ്. മഴ പെയ്യുന്നുണ്ടെങ്കിലും പുഴയിൽ കാര്യമായി വെള്ളം കയറിയിട്ടില്ല. അങ്ങനെ പുഴ കടന്നുപോയി കടൽ ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങുകയാണ്.
കടയുടെ പാർക്കിങ്ങിലെത്തി. കടയിലേക്ക് കയറുമ്പോൾ തന്നെ കടക്കാരുടെ നല്ല സഹകരണമായിരുന്നു. കയറി ചെന്നതും ആദ്യം തിരക്കിയത് ധാവണി സെക്ഷൻ എവിടെയാണെന്നാണ്. നേരെ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് പോയി. രണ്ടാമത്തെ ഫ്ലോറിലെത്തിയപ്പോൾ തന്നെ കണ്ണിന് കുളിർമയേറിയ കാഴ്ചകളായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ധാവണിയുടെ വിവിധ മോഡലുകൾ നിരത്തി വച്ചിരിക്കുന്നു. അതിൽ വേണ്ടത് സെലക്ട് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുകയേ വേണ്ടുള്ളൂ. അവർ അത് നിരത്തി കാണിച്ചു തരും. പിന്നെ അങ്ങോട്ട് തുണികളുടെ വർണ്ണ കാഴ്ചകളായിരുന്നു. അത് കണ്ടാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കൂ. അങ്ങനെ ഡ്രസ്സുകളെല്ലാം വണ്ടിയിൽ കയറ്റി ഞങ്ങൾ നേരെ പോന്നു. ഇനി അടുത്ത ലക്ഷ്യം ഹോട്ടലാണ്. ആദ്യം കാണുന്ന ഹോട്ടൽ എവിടെയാണോ അവിടെ വണ്ടി നിർത്തണം, കഴിക്കണം. അങ്ങനെ കടയിൽ നോക്കി വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കട കണ്ടു. അവിടെ കഴിക്കാൻ കയറി. അങ്ങനെ കടയിൽ കയറി 3 ചോറും 1 ബിരിയാണിയും 1 മസാല ദോശയും ഓർഡർ ചെയ്തു. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. കഴിക്കലെല്ലാം കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു 7 മണിയോടടുത്ത് വീട്ടിലെത്തി. ഓക്കെ ഗൈസ്, മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. ബൈ.